ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ബീഫ് തേങ്ങാക്കൊത്തിട്ട് ഉലർത്തിയതാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 2 സവാള സ്ലൈസായി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി ഒരു 6 പീസ്, ഇഞ്ചി ഒരു വലിയ പീസ് ചെറുതായി അരിയുക, കുറച്ച് തേങ്ങാക്കൊത്ത് എടുക്കുക, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അങ്ങനെ 3 പൊടികളും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും ഒരു പാനിലിട്ടിട്ട് നന്നായി ചൂടാക്കി കുക്കറിലേക്ക് ഇടാം. നന്നായി ചൂടാക്കണം കേട്ടോ, പച്ചമണം പോകുന്നവരെ. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. കുറച്ച് തേങ്ങാക്കൊത്തും ഇടാം, കറിവേപ്പില കുറച്ചിടാം. പിന്നീട് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ഉപ്പും ചേർത്ത് നന്നായി കൈകൊണ്ട് തിരുമ്മണം. നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ നന്നായി കൈകൊണ്ട് തിരുമ്മിയിട്ട് ഇതുപോലെ നന്നായി തിരുമണം. അതിലേക്ക് നമുക്ക് ബീഫ് ഇടാം. 1 കിലോ ബീഫാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ബീഫ് ഇട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായി തിരുമ്മി വയ്ക്കണം. എല്ലാ ബീഫും കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. അത് നമുക്ക് ഇട്ട് തിരുമ്മി, കൈകൊണ്ട് തിരുമ്മി, മുളകും മസാലയും എല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിരുമ്മുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ഒരു നല്ല ടേസ്റ്റാണ്. നാടൻ ബീഫാണ്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മച്ചി ചെയ്യുന്നതാണ് ഇങ്ങനെ നാടൻ രീതിയിൽ. വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് ചേർക്കാം. അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ചും കൂടെ ഒരു ടേബിൾ സ്പൂണും കൂടെ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ, കുരുമുളകൊക്കെ. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ കുറച്ചുകൂടെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തു. അതെല്ലാം കൂടി ഒന്ന് നന്നായി മൂപ്പിക്കുക. പിന്നെ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരുന്ന ആ തേങ്ങാക്കൊത്തും അതിനകത്തിടാം. പിന്നെ ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കറുത്ത കളറാവുന്നത് വരെ, ഒരു ബ്രൗൺ കളറ് ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ചും കൂടി ഉപ്പിടാം, തേങ്ങയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കറിവേപ്പില ഇടാം. കറിവേപ്പില ടേസ്റ്റ് കിട്ടുന്ന സംഭവമാണല്ലോ. പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ച ബീഫും ചേർക്കാം. നല്ലതുപോലെ എല്ലാം കൂടി ഇളക്കി ഇനി വരട്ടിയെടുക്കണം. നല്ല ഡ്രൈ ആക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ. നല്ല എന്താ പറയുക, നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. വെള്ളം വറ്റി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ ബീഫ് തേങ്ങാക്കൊത്തിട്ട ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കറുത്ത കളറിലായിട്ടുണ്ട് കേട്ടോ. നിങ്ങളപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ രീതിയിലുള്ള തേങ്ങാക്കൊത്തിട്ട ബീഫ് ഉലർത്തിയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ടേസ്റ്റി ക്യൂൻസ് 2020ൽ പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.